മഞ്ഞപ്പിത്തം സംഭവം രണ്ടാമത്തെ കയ്പ എന്താണ്? കയ്പൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ആയിക്കോട്ടെ, ഓക്കെ ഓക്കെ ഓക്കെ. വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോസാണ് ചെയ്യാൻ പോകുന്നത്. തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വൈദ്യൻ്റെ അടുത്തേക്കാണ് യാത്ര. ഈ മഞ്ഞപ്പിത്തവുമായിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ നല്ല ഉപകാരപ്രദമായ ഒരു വീഡിയോസാണ്. അമല ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന് പുത്തനത്താണി കോട്ടക്കൽ ഭാഗത്ത്. അല്ല, അതെ. അപ്പൊ അമലത്ത് മുമ്പ് റൈറ്റ് എടുക്കാനുള്ള വഴിയുണ്ട്. അവിടെ ഒരു ബസ് സ്റ്റാൻഡ് കെട്ടിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് ലേശം മുന്നോട്ട് ഒരു ഇവിടുന്ന് ആ കാർപ്പിന് അത്രമായി അങ്ങനെ വരുമ്പോ ഇപ്പൊ ഈ മഞ്ഞപ്പിത്തത്തിന് ഈ മരുന്ന് കൊടുക്കുന്ന സ്ഥലത്തിന് ഉടലക്കാവ് അടാട്ട് എന്ന സ്ഥലത്തല്ലേ? അമ്പലം. അതെ. ഓക്കെ. ഇത് എത്ര തവണയാണ് കുടിക്കേണ്ടത്? അല്ലേ, നിങ്ങൾ ഈ നാട്ടിലാ? 14 കിലോമീറ്റർ. അങ്ങനെ നേരത്തെ ആ ഡ്രൈവർ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ അതുപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആ പെൺകുട്ടി പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇവിടെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ അമല ഹോസ്പിറ്റൽ കഴിഞ്ഞ് 1.5 കിലോമീറ്റർ ദൂരം മുന്നോട്ട് കടന്ന് അടുത്ത റൈറ്റിലോട്ട് തിരിഞ്ഞാൽ അടാട്ട് എന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് തിരിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും. ഒട്ടനവധി ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് ഈ വൈദ്യരെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഇവിടെ എത്തുന്നത്. കാരണം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം എന്ന രോഗവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടാകുന്ന ആളുകളാണ് ഇവിടെ കൂടുതൽ വരുന്നത്. അങ്ങനെ വന്നവരുടെ വാഹനങ്ങളാണ് ഈ കാണുന്നതെല്ലാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ വാഹനം കിടക്കുന്നുണ്ട്. കാരണം പല സ്ഥലങ്ങളിലായിട്ട് വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ തിരക്ക് പിടിച്ച ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫോണിലൂടെ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. അദ്ദേഹത്തിൻ്റെ നമ്പറും മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ വെക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട്, അദ്ദേഹത്തിൻ്റെ ഈ ചികിത്സ നടക്കുന്ന ഈ സ്ഥലത്തോട്ട് നമ്മൾ ഒരുപാട് അനവധി ആളുകളെ നമുക്കവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ അകത്തും ധാരാളം ആളുകളാണ്. മഞ്ഞപ്പിത്തവുമായി രോഗങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ബുദ്ധിമുട്ടാവുന്നുണ്ട് എങ്കിൽ, കാരണം നമുക്ക് ആർക്കും രോഗങ്ങൾ തരാതിരിക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു ചികിത്സ ഉള്ളത് മറ്റുള്ളവർ അറിയട്ടെ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ആയതുകൊണ്ട് നിങ്ങൾ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ശിവക്ഷേത്രമാണ് കാണുന്നത്. കാരണം അതിൻ്റെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രം, പിന്നെ അതിൻ്റെ പരിസരങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ചെറിയ രീതിയിലൊക്കെ പകർത്തിയിട്ടുണ്ട്. പിന്നെ മറ്റുള്ള ഒരു കാര്യം എന്ന് പറയാനുള്ളത്, കാരണം രാവിലെ 5 മണി മുതൽ നേരം പുലരുന്ന 7-7:30 മണി വരെ മാത്രമേ അദ്ദേഹം അവിടെ മരുന്ന് രോഗികൾക്ക് കൊടുക്കുകയുള്ളൂ, നൽകുകയുള്ളൂ. അല്ലാത്ത സമയം അദ്ദേഹം മരുന്ന് നൽകുകയില്ല. ആ സമയത്തിനുള്ളിൽ അവിടെ എത്തണം. ഞാൻ അവിടെ വാഹനം കൊണ്ട് പോയപ്പോൾ ഒട്ടനവധി ദൂരത്തുനിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട്. കാണുന്ന എല്ലാവരോടും ഞാനിതേപ്പറ്റി ചോദിച്ചറിഞ്ഞപ്പോൾ 1-2 വട്ടം വന്നവർ, 3 പ്രാവശ്യം വന്ന് മഞ്ഞപ്പിത്തം പരിപൂർണമായി മാറിയ എല്ലാ കഥകളുമായി എല്ലാ അവസ്ഥയും മഞ്ഞപ്പിത്തം അവരിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഉള്ള ഒരു സ്ഥലം കൂടി ആണ് ഇത്. കുഴപ്പമൊന്നുമില്ല. ആയിക്കോട്ടെ, ഓക്കെ. അങ്ങനത്തേതായ മഞ്ഞപ്പിത്തവുമായി രോഗങ്ങളുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് സന്ദർശിച്ച് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങി കുടിക്കുക. കാരണം എന്തായിരുന്നാലും നിങ്ങൾക്ക് അസുഖങ്ങൾക്ക് ഭേദം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദൈവം അനുഗ്രഹിച്ചാൽ
കാരണം അത് ഒട്ടനവധി ആളുകൾ എന്നോട് അവിടെ നിന്ന് സൂചിപ്പിച്ചത്, കാരണം രോഗങ്ങൾക്ക് വളരെ മാറ്റമുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ജനങ്ങൾക്കിടയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. നിങ്ങളൊക്കെ ഈ മഞ്ഞപ്പിത്തം എന്ന രോഗത്തിന് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ് ഇതിന് പേര് എന്നുള്ളത് അറിയില്ല. നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ മഞ്ഞപ്പിത്തം എന്നൊക്കെ പറയും. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ് ഇതിന് പേര് എന്നറിയില്ല. അറിയുന്നവർ പേരൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തിക്കുക.